ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നമ്മൾ ഈ വേസ്റ്റ് കവറുകൾ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിന്ന് ഈ വേസ്റ്റ് കവറുകൾ വെച്ച് വളരെ സിമ്പിളായിട്ടൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുത്താലോ? നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള ഈ 2 കവറുകളും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ അതിൻ്റെ ഈ 2 ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് കളയാണ്. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞു. അടുത്ത കവറിൻ്റെതും നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഈ 2 കവറുകളും അതിൻ്റെ ഇവിടെയായിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മളിത് വെച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ചെറുതാക്കിയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. കവറ് മുഴുവനായും മുറിഞ്ഞു പോവാതെ ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കണം. എത്രത്തോളം നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാൻ പറ്റും അത്രത്തോളം ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. നമ്മൾ വെറുതെ കളയുന്ന ഈ വേസ്റ്റ് കവറുകൾ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ഐഡിയ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ചാനലിൽ പാഴ്വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. വളരെ സിമ്പിളായി എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പറയണം. ഇതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ആദ്യത്തെ കവർ മുഴുവനായും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് അടുത്ത കവറും അതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന 2 കവറുകളും ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. പിന്നീട് നമ്മളിവിടെ ഒരു ഈർക്കിളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നൂലും എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഫെവി ബോണ്ടാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഈർക്കിളിയിലേക്ക് ചുറ്റിയെടുക്കണം. ഇതുപോലെ ചുറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ആയിട്ട് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അടുത്ത കവറിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈർക്കിളിയിലേക്കൊന്ന് ചുറ്റിയെടുക്കണം. 2 കവറുകൾ വെച്ചാണ് നമ്മൾ ഒരു ഫ്ലവർ ചെയ്തെടുക്കുന്നത്. അതും നമ്മൾ ഈർക്കിളിയിലൊന്ന് ചുറ്റിയെടുത്തതിന് ശേഷം നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ തണ്ടിൽ ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കണം. ഫ്ലവറിൻ്റെ തൊട്ട് താഴെയുള്ള ഭാഗത്ത് നമ്മൾ ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കുമ്പോൾ നല്ലതുപോലെ ടൈറ്റാക്കി ചുറ്റി കൊടുക്കണം. ഗ്രീൻ ടാപ്പിന് പകരമായിട്ട് നമ്മുടെ കയ്യിൽ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇപ്പം നമ്മളതിൽ മുഴുവനായും ഗ്രീൻ ടാപ്പൊക്കെ ചുറ്റി കൊടുത്തു. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവർ ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കണം. നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവർ ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള ഇലകൾ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ കളർ ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ മടക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇലകൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നീളത്തിലുള്ള ഇലകളാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ചാർട്ട് പേപ്പറിന്റെ പീസിൽ നിന്നും ഇതുപോലെ നമ്മൾ ഇലകൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലവറിന്റെ തണ്ടിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലത്തെ ഫ്ലവർ നമുക്ക് മിഠായി കവറുകളൊക്കെ വെച്ച് ചെയ്തെടുക്കാം. നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 2 ഇലകളും ഇതുപോലെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുള്ള ഇലകളൊന്ന് വളഞ്ഞു നിൽക്കാൻ വേണ്ടി കത്രിക വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പം നമ്മൾ 2 വേസ്റ്റ് കവറുകൾ വെച്ച് ഇതുപോലെ ഒരു ഫ്ലവറാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് പൂക്കൾ കൂടെ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ആറ് പൂക്കളാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. എങ്ങനെയുണ്ട് നമ്മുടെ പൂക്കൾ കാണാനായിട്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം.
ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കൾ ഇതിനകത്തേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ അടപ്പ് നമ്മൾ എടുത്ത് മാറ്റുകയാണ്. ഇനി നമ്മൾ ഇതിലുള്ള സ്റ്റിക്കർ എല്ലാം ഒന്ന് കളയുന്നുണ്ട്. അതിലുണ്ടായിരുന്ന സ്റ്റിക്കർ എല്ലാം നമ്മൾ ഇതുപോലെ എടുത്തു മാറ്റി. ഇനി നമ്മൾ ഈ ഒരു ലൈസ് ഇവിടെ ആയിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള ലൈസും കൂടെ നമുക്ക് ഇതിലൊന്ന് ഒട്ടിച്ചെടുക്കാം. പേപ്പർ ഗ്ലാസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനകത്തേക്കൊക്കെ നമുക്ക് പൂക്കൾ വെച്ച് കൊടുക്കാം. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ലൈസ് ഇതുപോലെ അതിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഇതും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് തെർമോക്കോളിൻ്റെ പീസൊക്കെ വെച്ച് കൊടുത്തു. ഇനി നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുള്ള പൂക്കളെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളും നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുത്തു. നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുള്ള തെർമോക്കോൾ പീസിന്റെ മുകളിലായിട്ട് നമ്മൾ വൂളൻ ത്രെഡ് കട്ട് ചെയ്തതും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന വൂളൻ ത്രെഡ് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒട്ടിച്ചെടുക്കാനുള്ള വൂളൻ ത്രെഡ് ഇതുപോലെ ചെറുതാക്കി നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് അതിന്റെ മുകളിലായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വൂളൻ ത്രെഡ് കട്ട് ചെയ്തതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. തെർമോക്കോൾ പീസിന്റെ മുകളിലായിട്ട് നമ്മൾ ഫെവി ബോണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. ഇപ്പം നമ്മൾ വൂളൻ ത്രെഡ് കട്ട് ചെയ്തത് മുഴുവനായും ഇതുപോലെ ഒട്ടിച്ചെടുത്തു. വേസ്റ്റ് കവറുകളെല്ലാം വെച്ച് വളരെ സിമ്പിളായി നമ്മൾ ഈ പൂക്കളാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു പൂക്കൾ ചെയ്തെടുക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പഴയ നെറ്റിൻ്റെ ഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ പൂക്കൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. നമ്മൾ ഇന്ന് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. പറ്റുന്നവരൊക്കെ ഒന്ന് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ട്രൈ ചെയ്ത് നോക്കണേ. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിൽ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാൻ മറന്നു പോകരുതേ. പലതരത്തിലുള്ള ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.